മഹസൂസ് താൽക്കാലികമായിട്ട് പൗസ് ചെയ്ത് വെച്ചതാണ്. അത് മാത്രമല്ല ജനുവരി 1 തീയതി മുതൽ എമറേസ്ട്രോ യുഎയിൽ താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അൾട്ടർനേറ്റീവ് ഓപ്ഷൻ ആയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഡ്രോ ആണ്. ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യുഎയിൽ ഏറ്റവും വിജയ സാധ്യതയുള്ള ഡ്രോയെ കുറിച്ചിട്ടാണ് വീഡിയോയിൽ പറയുന്നത്. 10 ദിർഹം മുതലാണ് ടിക്കറ്റ് പ്രൈസ്. നിങ്ങൾക്ക് 1 മില്യൺ ദിർഹം വരെ വിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. അത് മാത്രമല്ല ഒരു ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 3 ഡ്രോയിലേക്കുള്ള എൻട്രി ലഭിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ലിറ്റിൽ ഡ്രോയെ കുറിച്ചിട്ടാണ്. ഈ വീഡിയോയിൽ കൃത്യമായിട്ട് ലിറ്റിൽ ഡ്രോയിൽ എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഓൺലൈൻ ത്രൂ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒരു വർഷം മുമ്പ് ഞാൻ ഇതിനെ കുറിച്ച് വീഡിയോ ചെയ്തതാണ്. പക്ഷെ അതിനുശേഷം അവർ സൈറ്റിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പൊ റീസെന്റ് മഹസൂസും എമറേസ്ട്രോയും താൽക്കാലികമായിട്ട് നിർത്തിയത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇത് അൾട്ടർനേറ്റീവ് ഓപ്ഷൻ ആയിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പഴയ വീഡിയോയിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് എന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നത് കൊണ്ടാണ് വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് ലിറ്റിൽ ഡ്രോയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അത് ത്രൂ നിങ്ങൾ എങ്ങനെയാണ് ഓൺലൈൻ ത്രൂ ടിക്കറ്റ് പർച്ചേസ് ചെയ്യുക എന്നുള്ളത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് വഴി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലിറ്റിൽ ഡ്രോയിൽ 4 കാറ്റഗറിയാണ് ഉള്ളത്. ഒന്ന് 10 ദിർഹം ടിക്കറ്റ് പ്രൈസ് ആണ്, മറ്റൊന്ന് 20 ദിർഹം, മറ്റൊന്ന് 50 ദിർഹം, മറ്റൊന്ന് 100 ദിർഹം എന്നിങ്ങനെയാണ് കാറ്റഗറി. ഓരോ കാറ്റഗറിയിലും പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. അതായത് നിങ്ങൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 3 നമ്പർ ആണ് സെലക്ട് ചെയ്യുക. അപ്പൊ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ദിവസം അവർ സെലക്ട് ചെയ്യുന്ന നമ്പറുമായിട്ട് സ്ട്രൈറ്റ് നിങ്ങളുടെ നമ്പർ മാച്ച് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസിൽ വിൻ ചെയ്യാൻ പറ്റും. ഇനി റിവേഴ്സിലാണ് ആ നമ്പർ മാച്ച് ആവുന്നതെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് പ്രൈസ് ലഭിക്കുന്നതാണ്. ഇനി ആ ഒരു നമ്പർ മിക്സ് ആയിട്ടാണ് മാച്ച് ആവുന്നതെങ്കിൽ നിങ്ങൾക്ക് തേർഡ് പ്രൈസ് ആണ് ലഭിക്കുക. അതോടൊപ്പം തന്നെ ലിറ്റിൽ ഡ്രോയിൽ ഡെയിലി ഡ്രോ അവൈലബിൾ ആണ്. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ എല്ലാ ദിവസവും ഡ്രോ ഉണ്ടാവാറുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ മാസവും അവസാനം ആ ഒരു ടിക്കറ്റ് സൂപ്പർ റാഫിലേക്ക് പരിഗണിക്കും. അത് മാത്രമല്ല ഡിസംബർ 31 തീയതി 2024 നടക്കുന്ന ഗ്രാൻഡ് റാഫിലേക്കും നമ്മുടെ ടിക്കറ്റ് പരിഗണിക്കപ്പെടുന്നതാണ്. ഒരൊറ്റ ടിക്കറ്റ് പർച്ചേസ് ചെയ്താൽ മതി. 3 ഡ്രോയിലേക്കാണ് നിങ്ങൾക്ക് എൻട്രി ലഭിക്കുന്നത്. അപ്പൊ അക്കൗണ്ട് സൈനപ്പ് ചെയ്ത് ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്ന കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ബാക്കി കാര്യങ്ങൾ പറയുന്നതാണ്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ആക്കി ഗൂഗിളിലേക്ക് വന്ന് ലിറ്റിൽ ഡ്രോ എന്ന് സെർച്ച് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരിക. ആദ്യം കാണുന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റിലേക്കാണ് വരിക. അപ്പൊ ഈ ഒരു വെബ്സൈറ്റിൽ സ്ക്രോൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് അവൈലബിൾ ആയിരിക്കും. 10 ദിർഹം ടിക്കറ്റ് പ്രൈസ് അവൈലബിൾ ആണ്, 20 ദിർഹം ടിക്കറ്റ് പ്രൈസ് അവൈലബിൾ ആണ്, 50 ദിർഹം, 100 ദിർഹം എന്നിങ്ങനെയൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് മാത്രമല്ല റീസെന്റ് വിന്നേഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റ് ത്രൂ തന്നെ നോക്കി മനസ്സിലാക്കാൻ പറ്റും. ഈ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ടിക്കറ്റ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ മുകളിൽ കാണുന്ന സൈൻ ഇൻ ഓർ രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരിക. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൊടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ പാസ്പോർട്ടിലുള്ള നെയിം കൃത്യമായിട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയിലുള്ള നെയിം കൊടുക്കുക. അതായത് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ നിക് നെയിം ഒന്നും അടിച്ച് കൊടുക്കരുത്. നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഐഡിയിലുള്ള നെയിം അടിച്ച് കൊടുക്കുക. ഫസ്റ്റ് നെയിം കോളവും ലാസ്റ്റ് നെയിം കോളവും മാൻഡേറ്ററി ആണ്. അതുകൊണ്ട് കൃത്യമായിട്ട് സ്പെല്ലിംഗ് തെറ്റാതെ തന്നെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നിങ്ങളെ നാഷണാലിറ്റി സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ നാഷണാലിറ്റി ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ കൺട്രി ഓഫ് റെസിഡൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നിലവിൽ ഏത് രാജ്യത്താണോ ഉള്ളത് ആ ഒരു രാജ്യം സെലക്ട് ചെയ്യുക. ഈ ഒരു കാര്യങ്ങൾ മാൻഡേറ്ററി ആണ്, നിങ്ങൾ നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ സ്പെല്ലിംഗ് തെറ്റാതെ നിങ്ങളുടെ ഡീറ്റെയിൽഡ് അടിക്കുന്നത് തെറ്റാതെ തന്നെ നിങ്ങൾ അടിച്ചു കൊടുക്കുക. ഞാൻ എന്റെ ഡീറ്റെയിൽഡ് അടിച്ചു കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി, ലിറ്റിൽ ഡ്രോയിൽ നിങ്ങൾക്ക് ഗ്ലോബലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. യുഎയിലുള്ള ആൾക്കാർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ യുഎക്ക് പുറത്തുള്ള ആൾക്കാരാണെങ്കിലും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. റീസെന്റ് നടന്നിട്ടുള്ള ഡ്രോയിൽ ഇന്ത്യക്കാരനാണ് വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യുഎക്ക് പുറത്തുള്ള ആൾക്കാർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവോ എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഗ്ലോബലി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഞാൻ എന്റെ ഡീറ്റെയിൽ അടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ കാണുന്ന നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരിക. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ച് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ നിങ്ങൾ ഇമെയിൽ അഡ്രസ് അടിച്ച് കൊടുക്കുക. വാലിഡ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന മെയിൽ അഡ്രസ് കൊടുക്കുക. ഫ്യൂച്ചർ കമ്മ്യൂണിക്കേഷനും അതുപോലെ ലിറ്റിൽ ഡ്രോ റിലേറ്റഡ് ആയിട്ടുള്ള ഓഫേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് അവർ മെയിൽ ത്രൂ ആണ് അറിയിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി തന്നെ കൊടുക്കുക. മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങൾ യുഎയിലുള്ള ആൾക്കാരാണെങ്കിൽ ഓൾറെഡി യുഎ കോഡാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നിങ്ങൾ മറ്റുള്ള രാജ്യത്തുള്ള ആളാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു കോഡ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ ഇന്ത്യയാണ് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ ഏത് രാജ്യത്താണോ ഉള്ളത് ആ ഒരു രാജ്യത്തിന്റെ കോഡ് നിങ്ങൾക്ക്
സെലക്ട് ചെയ്യാം. അതിനുശേഷം ആ രാജ്യത്തെ മൊബൈൽ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ അവർ പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് സജസ്റ്റ് പാസ്വേഡ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ പാസ്വേഡ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആകും. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ജനറേറ്റ് ആയി വന്നിട്ടുള്ള പാസ്വേഡ് ഇവിടെ കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് വെക്കുക, അതല്ലെങ്കിൽ എഴുതി വെക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാവണം, നമ്പർ ഉണ്ടാവണം, 8ൽ കൂടുതലുള്ള അക്കങ്ങളാകണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടാകണം. ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് നിങ്ങൾക്ക് തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതല്ലെങ്കിൽ ഞാൻ ചെയ്ത രീതിയിൽ സജസ്റ്റ് പാസ്വേഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതേ രീതിയിൽ പാസ്വേഡ് ജനറേറ്റ് ആകുന്ന സമയത്ത് അത് എഴുതി വെക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഞാൻ എന്റെ മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും അടിച്ച് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ എന്റെ പാസ്വേഡ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ കാണുന്ന സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പൊ സബ്മിറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP ഇവിടെ അടിച്ച് കൊടുക്കേണ്ടതുണ്ട്. ഞാൻ എന്റെ OTP അടിച്ച് കൊടുക്കുകയാണ്. OTP അടിച്ചതിന് ശേഷം രജിസ്റ്റർ മൈ അക്കൗണ്ട് എന്നുള്ള ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാന്നുള്ളതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ കാണുന്ന പ്ലേനോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ആണ് വരുന്നത്. ഇവിടെ 10 ദിറത്തിന്റെ കാറ്റഗറി അവൈലബിൾ ആണ്, 20 ദിറം കാറ്റഗറി അവൈലബിൾ ആണ്, 50 ദിറം കാറ്റഗറി അവൈലബിൾ ആണ്, 100 ദിറം കാറ്റഗറി അവൈലബിൾ ആണ്. ഇതിന്റെയൊക്കെ പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന മുകളിലുള്ള ഈ ഒരു പ്രൈസസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് കാണാൻ പറ്റും. 10 ദിറം കാറ്റഗറിയിൽ ഫസ്റ്റ് പ്രൈസ് എത്രയാണ്, സെക്കൻഡ് പ്രൈസ് എത്രയാണ്, തേർഡ് പ്രൈസ് എത്രയാണ് എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ 20 ദിറം കാറ്റഗറിയിലുള്ള പ്രൈസ് എത്രയാണ് എന്നുള്ളത് കാണാൻ പറ്റും. അതുപോലെ സൂപ്പർ റാഫിൾ പ്രൈസും ഗ്രാൻഡ് റാഫിൾ പ്രൈസും ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് പ്രൈസ് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ റീസെന്റ് വിൻ ചെയ്തിട്ടുള്ള വിന്നേഴ്സിന്റെ ഡീറ്റെയിൽ കാണുന്നുണ്ടെങ്കിൽ ഈ ഡ്രോസിൽ ക്ലിക്ക് ചെയ്ത് പാസ്റ്റ് ഡ്രോ റിസൾട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതല്ലെങ്കിൽ വിന്നേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീസെന്റ് വിൻ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ലിറ്റിൽ ഡ്രോ റിലേറ്റഡ് ആയിട്ടുള്ള ഗെയിം റൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾ വെബ്സൈറ്റ് ത്രൂ നോക്കി മനസ്സിലാക്കുക. അപ്പൊ ഞാൻ ഇവിടെ 10 ദിറം കാറ്റഗറിയിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ കാണുന്ന ബൈനോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരിക. ഇവിടെ നിങ്ങൾ ഒരു ടിക്കറ്റ് ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പ്ലസിൽ ക്ലിക്ക് ചെയ്ത് ഒന്നാക്കുക. ഒന്നിലധികം ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പ്ലസ് ചെയ്ത് 2, 3 ഈ രീതിയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ ഒന്നാണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഈ റൈറ്റ് സൈഡിലേക്ക് വന്ന് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ലൈനിലും നിങ്ങൾക്ക് നമ്പർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 0 to 9 നമ്പറിനിടയിലുള്ള ഓരോ നമ്പറാണ് ഓരോ ലൈനിലും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ ആദ്യത്തെ ലൈനിൽ 2 ആണ് സെലക്ട് ചെയ്യുന്നത്, രണ്ടാമത്തെ ലൈനിൽ A ആണ് സെലക്ട് ചെയ്യുന്നത്, മൂന്നാമത്തെ ലൈനിൽ 3 ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഗോ കൊടുക്കുകയാണ്. ഇതേ രീതിയിൽ നിങ്ങൾക്ക് നമ്പർ സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റാൻഡം നമ്പർ ആണ് വേണ്ടതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. റാൻഡം ആയിട്ട് ഇവിടെ നമ്പർ സെലക്ട് ആകുന്നതാണ്. അപ്പൊ ഞാൻ നേരത്തെ സെലക്ട് ചെയ്തിട്ടുള്ള രീതിയിൽ നമ്പർ സെലക്ട് ചെയ്യാണ്. ഇനി അടുത്തതായിട്ട് പേയ്മെന്റ് ഓപ്ഷൻ ആണ്. ഇവിടെ കാണുന്ന പ്രൊസീഡ് ടു പേ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരിക. ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 3 രീതിയിൽ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഗിഫ്റ്റ് കാർഡിന്റെ ഓപ്ഷൻ ഞാൻ അവസാനത്ത് പറയാം. ആദ്യം നിങ്ങൾ ഡെബിറ്റ് കാർഡ് ത്രൂ ആണ് പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ അതല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ത്രൂ ആണ് പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ ഈ 2 ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇവിടെ ആദ്യം കാണുന്ന CC അവന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് പേനോ കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാർഡ് ത്രൂ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ സാംസങ് പേ ത്രൂ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. അതുമല്ലെങ്കിൽ യൂണിയൻ പേ ത്രൂ പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻ കേസ് നിങ്ങൾ ഈ രീതിയിൽ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് പേയ്മെന്റ് ഫെയിൽ ആവുകയാണെങ്കിൽ മറ്റേ ഓപ്ഷനിലൂടെ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. അതായത് നെറ്റ്വർക്ക് ഓപ്ഷനിലൂടെ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതായത് CC അവന്യൂവിൽ ക്ലിക്ക് ചെയ്ത് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് പേയ്മെന്റ് ഫെയിൽ ആവുകയാണെങ്കിൽ, എല്ലാവരുടേതുമല്ല, റെയർ ആയിട്ട് ചില ആൾക്കാരുടേത് ഫെയിൽ ആവാറുണ്ട്. അവർക്ക് ഈ ഒരു നെറ്റ്വർക്ക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പേരോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇതേ രീതിയിൽ നിങ്ങളുടെ കാർഡ് ത്രൂ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ യൂണിയൻ പേ ത്രൂ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. അതുമല്ലെങ്കിൽ സാംസങ് പേ ത്രൂ പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ 2 രീതിയിൽ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഈ 2 രീതിയിലും പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേയ്മെന്റ് എറർ ആവുകയാണെങ്കിൽ, ഇതെല്ലാവർക്കും സംഭവിക്കുന്നതല്ല, 100ൽ ഒരാൾക്ക് ഇതേ രീതിയിൽ ഒരു പേയ്മെന്റ് ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അതായത് ലിറ്റിൽ റോഡ് കസ്റ്റമർ കെയർ ത്രൂ അവരെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ വിഷയം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അമൗണ്ട് മറ്റൊരു രീതിയിൽ അവർക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു ഗിഫ്റ്റ് കാർഡ് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പൊ ആ ഒരു ഗിഫ്റ്റ് കാർഡ് അടിക്കാനുള്ള ഓപ്ഷൻ ആണ് ഇത്. ഇവിടെ നിങ്ങൾ ഗിഫ്റ്റ് കാർഡ് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു ഗിഫ്റ്റ് കാർഡ് കോഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. അപ്പൊ കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ത്രൂ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. അതാണ് ആ ഒരു ഓപ്ഷൻ. അതായത് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്ത് സക്സസ് ആവുന്നില്ലെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക. അവർ തരുന്ന ഗിഫ്റ്റ് കാർഡ് ത്രൂ നിങ്ങൾക്ക് ഇതേ രീതിയിൽ പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഞാൻ ഇവിടെ ഡെബിറ്റ് കാർഡ് ത്രൂ ആണ് പേയ്മെന്റ് ചെയ്തത്. അതിന് ഞാൻ ഇവിടെ CC അവന്യൂ സെലക്ട് ചെയ്ത് പേനോ ക്ലിക്ക് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ ഡെബിറ്റ് കാർഡ് ത്രൂ ആണ് പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ കാർഡിന്റെ മുകളിലുള്ള നമ്പർ ആണ് അടിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ഇവിടെ എക്സ്പയറി മന്തും എക്സ്പയറി ഇയറും അടിച്ചു
അടിച്ചു കൊടുക്കണം. ഈ CVV എന്നുള്ള ഓപ്ഷന്റെ ഭാഗത്ത് കാർഡിന്റെ പിറകു വശത്തുള്ള 3 നമ്പറാണ് അടിച്ചു കൊടുക്കേണ്ടത്. ഇനി നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽ ഇവിടെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഫ്യൂച്ചറിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കാർഡ് ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഇതിൽ ടിക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്തിട്ട് വെക്കാൻ പറ്റും. ഞാൻ ഇത് ടിക്ക് ഇടുന്നില്ല, അതായത് സേവ് ചെയ്ത് വെക്കുന്നില്ല. ഞാൻ എന്റെ കാർഡ് ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ എന്റെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ കാണുന്ന മേക്ക് പേയ്മെന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഇമെയിൽ ഐഡിയിലേക്കും മൊബൈൽ നമ്പറിലേക്കും OTP അവർ സെൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ അടിച്ചു കൊടുക്കുക. ഞാൻ എന്റെ OTP അടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ കാണുന്ന വെരിഫൈ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പൊ OTP അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ആ ഒരു എമൗണ്ട് ഡിഡക്ട് ആവുന്നതാണ്. ആ ഒരു സമയത്ത് തന്നെ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ നിങ്ങളുടെ ടിക്കറ്റ് ജനറേറ്റ് ആകും. അപ്പൊ നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു ടിക്കറ്റ് കാണുന്നുണ്ടെങ്കിൽ 2 രീതിയിൽ കാണാൻ പറ്റും. നിങ്ങളുടെ മെയിൽ ഐഡിയിലേക്ക് അവർ ഈ ഒരു ടിക്കറ്റ് സെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ കാണുന്ന ലിറ്റിൽ റോഡ് ഈ ഒരു മെയിലിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ടിക്കറ്റിന്റെ ഡീറ്റെയിൽ കാണാൻ പറ്റും. ടിക്കറ്റ് ID, അതുപോലെ എത്ര ദിർഹമാണ് നിങ്ങൾ പേ ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ റാഫൽ ID എല്ലാം ഇവിടെ കാണാൻ പറ്റും. അതുപോലെ വ്യൂ ഇൻവോയ്സിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻവോയ്സ് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ടിക്കറ്റ് ജനുവരി 8-ാം തീയതി നടക്കുന്ന ജസ്റ്റ് 3 ഡ്രോയിലേക്ക് എൻട്രി ലഭിക്കും. അതുപോലെ ജനുവരി 31-ാം തീയതി നടക്കുന്ന സൂപ്പർ റാഫൽ ഡ്രോയിലേക്കുള്ള എൻട്രി ലഭിക്കും. അതോടൊപ്പം തന്നെ ഡിസംബർ 31-ാം തീയതി നടക്കുന്ന ഗ്രാൻഡ് റാഫൽ ഡ്രോയിലേക്കുമുള്ള എൻട്രി ലഭിക്കുന്നുണ്ട് എന്നൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ടിക്കറ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന വ്യൂ ടിക്കറ്റിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടിക്കറ്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ അവൈലബിൾ ആണ്. ഡെയിലി ഡ്രോ 147-ാമത്തെ ഡ്രോയിലേക്കുള്ള ടിക്കറ്റ് ആണ് ഇത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടിക്കറ്റ് നമ്പർ, റാഫൽ ID, ഏതൊക്കെ ഡ്രോയിലേക്കാണ് എൻട്രി ലഭിക്കുക, അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അവൈലബിൾ ആണ്. നിങ്ങളുടെ നെയിം അവൈലബിൾ ആണ്, മൊബൈൽ നമ്പർ അവൈലബിൾ ആണ്, എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ലിറ്റിൽ ഡ്രോയുടെ ടിക്കറ്റ് ഇതാണ്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുക. ഇനി നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റ് ത്രൂ ഈ ഒരു ടിക്കറ്റ് കാണാൻ പറ്റും. വെബ്സൈറ്റിലേക്ക് വന്ന് മുകളിൽ കാണുന്ന മൈ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൈ ടിക്കറ്റ്സ് എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ടിക്കറ്റ് കാണാൻ പറ്റും. ഇവിടെ കാണുന്ന വ്യൂ ടിക്കറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ടിക്കറ്റ് കാണാൻ പറ്റുന്നതാണ്. ഞാൻ ഇവിടെ വ്യൂ ടിക്കറ്റിൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പൊ മെയിലിൽ കണ്ട അതേ രീതിയിൽ നിങ്ങൾക്ക് ടിക്കറ്റ് കാണാൻ പറ്റും. അപ്പൊ ഇതാണ് ലിറ്റിൽ ഡ്രോയുടെ ടിക്കറ്റ്. അപ്പൊ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ലിറ്റിൽ ഡ്രോയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതേ രീതിയിൽ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഒരിക്കൽ കൂടി പറയാണ്, മഹസൂസും എമറേസ്റ്റോ ഒക്കെ ഇപ്പൊ താൽക്കാലികമായിട്ട് പൗസ് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ലിറ്റിൽ ഡ്രോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് എൻക്വയറീസ് വന്നതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഒരു രജിസ്ട്രേഷൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാന്നുള്ളതിന്റെ ഡീറ്റെയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലിറ്റിൽ ഡ്രോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് എന്റെ ചാനൽ അവൈലബിൾ ആണ്. അറിയണം താല്പര്യമുള്ള ആൾക്കാർക്ക് ജസ്റ്റ് വീഡിയോസിൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി. ഒരിക്കൽ കൂടി പറയാണ്, വെറും 3 നമ്പറിൽ നിന്നായതുകൊണ്ട് തന്നെ വിന്നിംഗ് സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നിങ്ങൾ മറ്റേതെങ്കിലും ഡ്രോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു തവണയെങ്കിലും ലിറ്റിൽ ഡ്രോയിൽ ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സപ്പോർട്ട് അറിയിക്കുക. അടുത്ത വീഡിയോ കാണും വരെ ബൈ.